ഋതു ദേ വാനരപ്പടകൾ വരുന്നുണ്ട്. ആ ഞാൻ കണ്ടു. മൈൻഡ് ചെയ്യാൻ നീ കണ്ട. ഇന്നെല്ലാം തമ്മിലോട്ട് നേരത്തെ എഴുന്നല്ലാന്ന് വിചാരിച്ചാവോ? പൊടപ്പട്ടി, നീ നിന്റെ കാര്യം നോക്കിയാ മതി. ചൂടാവല്ലേന്നെ, കാര്യമായിട്ട് ചോദിച്ചാ. ആഹാ, രണ്ടുപേരും വന്നപ്പോ തന്നെ തുടങ്ങിയല്ലോ. നീ ആരെയാ നോക്കണേ? എബിൻ വന്നിട്ടില്ല. ഓ എനിക്കറിയാം, ആ 5 മിനിറ്റിനുള്ളിൽ വരും. എല്ലാരും കൂടി ഇവിടെ എന്താണ് പരിപാടി? എന്തു പറയാ, സ്ഥിരം പരിപാടി തന്നെ. അല്ല, നീ എബിനെ കണ്ടായിരുന്നോ? അവനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. വേറെ ചില ആൾക്കാർ ഇവിടെ നിപ്പുണ്ടല്ലോ. ഓ, ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കിയതെന്ന് തീരെ മനസ്സിലായില്ല കേട്ടോ. ഇങ്ങോട്ട് വാടാ, ഇതുങ്ങളോടൊന്നും സംസാരിച്ചു വെക്കാൻ കൂടി കൊള്ളൂല. അതിന് ഞങ്ങളല്ലല്ലോ നിങ്ങളുടെ അടുത്തേക്ക് മിണ്ടാൻ വന്നേ. നീ അല്ലാടാ ഇങ്ങോട്ട് ആദ്യം വന്നത്. ഒന്ന് എനിക്ക് പോടി. ആ പോവന്നെ, അല്ലെങ്കിൽ നിന്നെയൊക്കെ നോക്കിയൊക്കെ ആരാളെ? നീ ഒഴികെ ഈ കോളേജിലുള്ള ബാക്കി എല്ലാ പെമ്പിള്ളേരും എന്റെ പുറകെ, അറിയോ? അതെ, അവള് മാത്രല്ല, ഞങ്ങൾ 3 പേര്. അല്ലേലും നല്ലത് കണ്ട ഒന്നും പിടിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ 3 ഓ സോറി 2 പേര്. ഈ കാലത്ത് ഇവിടെ നിൽക്കുന്ന കാര്യം പറഞ്ഞു. എന്റെ പൊന്നാലിസേ, എന്റെ ചെറുക്കന്റെ കൊച്ചായോണ്ട് പറയുക, ഇതുങ്ങളുടെയൊക്കെ കൂടെ നടന്ന് നശിച്ചു പോവുള്ളൂ. അവള് ഞങ്ങളുടെ കൂടെ തന്നെ നടക്കും. ഞങ്ങളുടെ കൂടെ നശിച്ചു പോവാണെങ്കിൽ നശിച്ചു പോട്ടെ, നിന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതെ, എന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാ. അല്ലേലും നിന്റെയൊക്കെ കൂടെ നടന്ന അതിന് പകുതി ഭ്രാന്തുണ്ട്. ഇതിൽ കൂടുതൽ ഈ സാധനത്തിന് വട്ടായി കഴിഞ്ഞാൽ എന്റെ ചെറുക്കൻ തന്നെ സഹിക്കണ്ടേ? പാട്ടി, നിന്റെ അച്ഛനാടാ പാട്ട്. അതെ, എല്ലാം ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തുവാടാ, നമ്മളൊരു കാര്യം പറഞ്ഞു. എന്തുവാ? We have to introduce ourselves first. ഓ സോറി, അതിന്റെ കാര്യം പറയാൻ ഞാൻ മറന്നു. അർജുൻ, ഞാനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരം. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും 100 നാവാ. അങ്ങോട്ട് മാറി നിൽക്ക്, ഇനി ബാക്കി ഞാൻ പറയാം. എന്താടേ? എന്തുന്നാ, ഞാനും മെയിൻ തന്നെയാണ്. രണ്ടൊന്നും നിർത്തിയിട്ട് ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടോ? ആ ഓക്കെ പറയാം. ഋതിക വൈഷ്ണവ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എനിക്ക് ക്ലാസ്സിൽ വരാ, വീട്ടിൽ പോവാ, കിടക്കാം. ഇത് തന്നെ റിപ്പീറ്റ്. ഞാൻ സിദ്ധാർത്ഥ്. ഏതാണ്ട് ഇതൊക്കെ തന്നെ. ദേവികാരൻ, കൂട്ടത്തിലെ പാട്ടുകാരി ഞാനാണ്. വേണമെങ്കിൽ ഒന്ന് പാടി കേൾപ്പിക്കാം. എനിക്ക് നോടാൻ വയ്യ. പിന്നെ ഞാൻ ആരവ് കൃഷ്ണ ആൻഡ് അമർ പ്ലേ പോയി. പച്ച മലയാളത്തിൽ പറഞ്ഞ കോഴി. വായനോട്ടമാണ് അവന്റെ മെയിൻ ഹോബി. പിന്നെ ഞാൻ എബിൻ ജോസഫ്. ഞാൻ കമ്മിറ്റഡ് ആണ്. ആളാരാന്ന് ചോദിച്ചാ ഞാൻ തന്നെ, ആലിസ് മാത്യു. ഇവന്റെ പൈസക്ക് ഫുഡ് അടിച്ച് ജീവിച്ചു പോകുന്നു. കഴിഞ്ഞു എല്ലാം എണ്ണം പൊക്കോ. അപ്പൊ ഓക്കെ, ബൈ എന്നാ. ഡാർലിംഗ്